മകളെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതിയിൽ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുക, 1.25 വർഷം ജയിലിൽ കഴിയുക. പിന്നീട് കോടതി ഈ പിതാവിനെ വെറുതെ വിട്ടു. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്തായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം? കോളേജിൽ പഠിച്ചപ്പോൾ ഈ ചാറ്റിങ് മൊബൈൽ ഒരു കേസിലാണ് ഇത് ഇങ്ങനെ വന്നത്. മൊബൈൽ വിളിക്കുമായിരുന്നു. ആരെയാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പല പ്രാവശ്യം ചോദിച്ചു ആരെയാണ് വിളിക്കുന്നത്. അപ്പോൾ പറയുന്നില്ല, കൂട്ടുകാരാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് സംശയം തോന്നി. അങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ നേരിട്ട് കൊച്ചിനോട് ചോദിച്ചു. എനിക്ക് മനസ്സിലായി ഇന്ന് ഒരാളെയല്ല വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മൊബൈലിൻ്റെ അടുത്ത് നോക്കുകയും ചെയ്തു. കൊച്ചു സംസാരിക്കുന്നതൊക്കെ ഞാനും കേട്ടായിരുന്നു. മൊബൈലിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടേ കൊച്ചോർത്ത് ഞാനതൊന്ന് അടിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞു. ഞാൻ വീട്ടിൽ പറയുമെന്നും പറഞ്ഞുള്ള ഒരു ഇതുണ്ടായിരുന്നു. കൊച്ചിന് പേടിയുണ്ടായിരുന്നു, മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു. അതിന് കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഞാനെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഞാൻ ആരോടും പറയുമൊന്നുമില്ല. ഇപ്പോൾ ഇനി ഫോൺ വിളി നിർത്തണം, അത് മാത്രമേ ഞാൻ കൊച്ചിനോട് പറഞ്ഞുള്ളൂ. എന്നിട്ടും കൊച്ചു കേട്ടില്ല. പിന്നെ അതുപോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മോള് സ്നേഹിച്ച പയ്യനും അവൻ്റെ വീട്ടുകാരും ചേർന്നാണ് ഈ കേസ് ഉണ്ടാക്കിയത്? അങ്ങനെയാണ് ഞാൻ അറിഞ്ഞതും. അങ്ങനെയാണ്. എത്ര നാൾ എന്നിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു? 1.25 വർഷം. ഇടയ്ക്ക് ജാമ്യമൊന്നും കിട്ടിയിട്ടില്ല? ഇല്ല, ജാമ്യം വെച്ചാലും തള്ളി. ഈ കേസ് ഉണ്ടായി കഴിഞ്ഞിട്ട് 1.25 വർഷം ഇദ്ദേഹം ജയിലിലാണ് കഴിഞ്ഞത്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ കൃത്യമായിട്ട് അറിയായിരുന്നു? അറിയില്ല. പോലീസ് ഇങ്ങനെ വൈകുന്നേരം വന്ന് എന്നെ കൊച്ചിനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. എന്നെ ചേട്ടായും ഇളയ കൊച്ചിനും ഞാൻ ഓടിച്ചെന്ന് അവരുടെ വണ്ടിക്കകത്ത് കയറി. അപ്പോൾ പോലീസുകാർ പറഞ്ഞു യൂണിഫോം ഒന്നും ഇല്ലാതെ വന്നു. ഒന്നും ചോദിച്ചുമില്ല, ഒന്നുമില്ല. പെട്ടെന്ന് വന്ന് അവരുടെ വണ്ടിക്കകത്ത് വന്ന് കയറ്റിക്കൊണ്ട് പോയി. ഞാൻ കയറിയപ്പോൾ എന്നോട് പറഞ്ഞു മാറി നിൽക്കാം അങ്ങോട്ട്. ഞാൻ മാറി നിന്നു. ചേട്ടോട് കയറാൻ പറഞ്ഞ് ചേട്ടായി കയറി. അപ്പം തന്നെ വണ്ടിയും വിട്ട് കൊണ്ടുപോയി. സംഭവം എന്താണെന്നും ചോദിച്ചുമില്ല, അറിയുന്നുമില്ല. ഇങ്ങനെ സംഭവം നടന്നു. മകളുമായിട്ട് സംസാരിച്ചില്ലേ ഇങ്ങനെ അച്ഛനെതിരെ ഒരു കേസ് കൊടുത്തപ്പോൾ? സംസാരിച്ചില്ല, മകളെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അല്ല, ഇദ്ദേഹം ജയിലിലായതിനു ശേഷം മകളെന്ത് കാണുന്നേ? മകളെ പറഞ്ഞു അപ്പനിങ്ങനെ പീഡിപ്പിക്കാന്നും പറഞ്ഞു എന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. അല്ലാതെ എനിക്ക് അറിയത്തില്ല. അല്ല, അത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു? എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ഇവിടെ കോസ്റ്റലിൽ നിൽക്കുന്ന കൊച്ചിനെ എങ്ങനെ പീഡിപ്പിക്കും അപ്പൻ? എൻ്റെ ചോദ്യം അതാ. സ്കൂൾ വെക്കേഷൻ ആകുമ്പോഴേ ഇവിടെ വരും. പിന്നെ 10 ദിവസം നിൽക്കും. പിന്നെ വലിയ വെക്കേഷനാണ് 10-20 ദിവസം, 3 മാസത്തോളം നിൽക്കുമല്ലോ. അങ്ങനെ നിൽക്കുന്ന കൊച്ചു ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ പീഡിപ്പിക്കും? ഈ മകൾ നൽകിയ ഒരു പരാതിയിലാണ് അച്ഛൻ 1.25 വർഷം ജയിലിൽ കിടന്നത്. എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ നിങ്ങൾ കോടതി പോവുകയൊക്കെ ചെയ്തത്? കൊച്ചിന് വെച്ച് കൊടുക്കുമായിരുന്നു മറ്റൊരു. കൊച്ചിനെ കൊണ്ട് അവർ കേസ് കൊടുപ്പിച്ചു? അവർ കൊടുപ്പിച്ചാന്നാണ് ഞാൻ അറിഞ്ഞതും കേട്ടതും. ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തത്? എൻ്റെ അപ്പൻ കഷ്ടപ്പെട്ടു. പൈസ അല്ല ഇതിലൊന്നും കടം വാങ്ങിച്ചു കൊണ്ട് തന്നു. അപ്പനാ സഹായിച്ച എൻ്റെ അപ്പൻ പൈസ തന്നേക്കും ചോദിച്ചേട്ടാ ഇങ്ങനെ ജയിലിൽ നിന്ന് വക്കീലിന് പൈസ കൊടുത്ത് കോടതിയിൽ നിന്ന് ഇറക്കിയത്. ഇപ്പൊ എന്തായാലും സത്യാവസ്ഥ തെളിഞ്ഞു. 1.25 വർഷം നിങ്ങൾ അനുഭവിച്ച നാണക്കേട്, അതുപോലെ മാനസിക പ്രശ്നം. ഇളയ കൊച്ചു സ്കൂളിൽ കോളേജിൽ പോകാൻ മടിച്ചു. അവൻ്റെ പഠിത്തം നഷ്ടപ്പെട്ടു. അത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ വളരെ സന്തോഷമുണ്ട്. കൊച്ചിന് ഇനി അടുത്ത വർഷം സ്കൂളിൽ വിടണം. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മകള് നൽകിയ ഒരു കള്ളപ്പരാതിയിൽ പോക്സോ കേസിൽ ഈ അച്ഛൻ ജയിലിൽ കിടന്നത് 1.25 വർഷമാണ്. അതിനുശേഷം ഇപ്പോൾ സത്യം തെളിയുന്നു. സത്യം തെളിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ഈ കുടുംബം. ഇടുക്കി മേരികുളത്തു നിന്നും ക്യാമറാമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്.